ഇബ്നു അബ്ബാസ് തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ്. അതോടൊപ്പം ഖുസൈമ ഇബ്നു അബ്ബാസ് തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നബിതങ്ങളാണോ ആ പോകുന്നത് എന്ന് തോന്നിപ്പോകും. അത്രയധികം നബിതങ്ങളോട് സാമീപ്യമുള്ള സ്വഹാബിയാണ്. എല്ലാറ്റിനും പുറമെ അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ ആ ജനാസ കുളിപ്പിച്ച് 3 ആളുകൾ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ ഇങ്ങനെ ഖബർ ഷരീഫിലേക്ക് താഴ്ത്തി വെക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് പിടിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന മഹാനാണ് ഖുസൈമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ മഖ്ബറ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ്. നമ്മൾ അത്ഭുതപ്പെടും. മഹാന്മാരും അവരുടെ സ്മാരകങ്ങളും ലോകത്തെവിടെ. അവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്തിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ആ മക്കാമ്പിലേക്ക് അങ്ങോട്ട് പോയി നോക്കിയാൽ ഏകദേശം 40 ഏക്കർ വിസ്താരമുള്ള ഒരു പൂന്തോപ്പ്. അതാണ് ഇമാം ബുഖാരി തങ്ങൾ കിടക്കുന്ന സ്ഥലം. നമ്മുടെ നാട്ടിലെ ഫറൂഖിലോ മറ്റോ ഒക്കെ പോയാൽ കാണാം വലിയ നമ്മളെ ഈ ഓട്ട് കമ്പനിന്റെ കോയിലില്ല, എങ്ങനെ ഓട്ട് കമ്പനിന്റെ വലിയ അല്ലേ. എന്നാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്ന അതിന്റെ ചുറ്റുഭാഗത്തെ മതിൽ 4 ഭാഗത്ത് ഗേറ്റാണ്. ആ 4 ഭാഗത്തെ ഗേറ്റും എന്തുമാത്രം തല ഉയർത്തി നിൽക്കുന്ന മുനാരങ്ങളാണ്. അല്ലാഹു റബ്ബി 40 ഏക്കർ ഒരു പൂന്തോപ്പ്. ആ പൂന്തോപ്പിൽ നിൽക്കുന്നു ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ആ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമിലേക്ക് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ യാ റബ്ബ് നല്ലൊരു പൂന്തോപ്പ്. ആ പൂന്തോപ്പിലേക്ക് നമ്മളങ്ങോട്ട് ഗേറ്റ് കടന്ന് ചെന്നാൽ നല്ല ഒരു കെട്ടിടം. ആ കെട്ടിടത്തിന്റെ ആദ്യ ഭാഗത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കെല്ലാവർക്കുമുള്ള ബാത്റൂം സൗകര്യം. ബാത്റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് അങ്ങോട്ട് കയറിയാൽ ഒതു എടുക്കാനുള്ള സൗകര്യം. ഒതു എടുത്തു കഴിഞ്ഞ് അടുത്ത റൂമിലേക്ക് അങ്ങോട്ട് കയറിയാൽ ഇവിടെ നിന്ന് ബാത്റൂമിൽ പോയി അപ്പുറത്തുനിന്ന് ഒതു ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് അങ്ങോട്ട് കിടക്കുമ്പോൾ നല്ല അത്തർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റൂം. വിവിധ ഇനം അത്തറുകൾ. ഇവിടെ ബാത്റൂമിൽ പോയി അവിടെ നിന്ന് ഒതു എടുത്ത് അവിടെ നിന്ന് അത്തർ പുരട്ടിയിട്ട് അപ്പുറത്തേക്ക് അങ്ങോട്ട് കടന്നാൽ ഇമാം ബുഖാരി തങ്ങളുടെ പള്ളി. ആ പള്ളിയിൽ നിന്ന് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങിയാൽ ഇമാം ബുഖാരി തങ്ങളുടെ ഖബർ ഷരീഫാകുന്ന സ്മാരകം. അങ്ങനെ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. ബാത്റൂമിൽ പോയി വൃത്തിയാക്കി ഒദു ചെയ്ത് അത്തറൊക്കെ പുരട്ടി അവിടുത്തെ പള്ളിയിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ച് എന്നിട്ടാണ് ഇമാം ബുഖാരി തങ്ങളുടെ അടുത്തേക്കാണ് പോവുക. യാ റബ്ബ് യാ റബ്ബ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ നിന്ന് ഒരു തരം പ്രത്യേകമായ കസ്തൂരിയുടെ വാസന ആസ്വദിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മഹാന്മാരും അവരെ സ്മാരകങ്ങളും അത് ദീനിന്റെ ഷിആറുകളാണ്. നമ്മൾ ഇറാഖിലേക്ക് അങ്ങോട്ട് കടന്നാൽ സുബ്ഹാന ജല്ല ജലാലു മഖാമുകളും മഹാന്മാരും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം ഇറാഖ് പോലെ പിന്നെ ഏതാണുള്ളത്? അതുപോലെ മറ്റൊരു രാജ്യം പിന്നെ ഉള്ളത് ഈജിപ്ത് മാത്രമാണ്. ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇമാം ഖതീബ് തിബ്രിസി റളിയല്ലാഹു അൻഹുവിന്റെ താരിഖ് ബഗ്ദാദ് 40 വാള്യമാണ്. ഓരോ വാള്യവും 1000 പേജിലധികമുണ്ട്. എന്നിട്ടും ബഗ്ദാദിലെ ഔലിയാക്കളെ മാത്രം ചരിത്രം എഴുതി തീർന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമ്മളൊക്കെ അമ്മിഞ്ഞപ്പാലിലൂടെ പഠിച്ച പേരാണത് അല്ലേ. ഞാനൊക്കെ ചെറുപ്പത്തിൽ വിചാരിച്ചത് മൊയ്തീൻ ഷെയ്ഖ് എൻ്റെ നാട്ടുകാരനാണെന്ന്. വെറുതെ പറയല്ല, ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചത് ചെറുപ്പത്തിൽ. എന്താ, ഉമ്മ ആയാലും വല്യമ്മ ആയാലും എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ മൊയ്തീൻ ഷെയ്ഖേന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു മൂപ്പര് ഇവിടെ അടുത്ത് തന്നെ ആയിരിക്കും. നമ്മൾ ചെറിയ കുട്ടിയല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പണ്ടായിരുന്നു. ഉപ്പാക്ക് അവിടെ ഒരു ചെറിയൊരു നിസ്കാരപ്പള്ളിക്കലും ഒരു ഇമാമത്തും അങ്ങനെ വീടുകളിൽ കൂടെയൊക്കെ അങ്ങനെ പിന്നെ ദ്വാർക്കാനും മറ്റുമൊക്കെ പോണേ അങ്ങനെ ഒരു മൊല്ലാക്ക മൊലിയാരായിട്ടുണ്ടായിരുന്ന ആളാണ്. പിന്നെ ഇപ്പം നല്ലോണം ഖുർആൻ ഓതും. അങ്ങനെ ഇപ്പം ഖുർആൻ ഓതി ദ്വാരുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനായത്. അള്ളാഹു മാതാപിതാക്കൾക്കൊക്കെ ഖൈറ് കൊടുക്കണേ അള്ളാഹ്. അപ്പം ഇപ്പം പറഞ്ഞു ഒരിക്കൽ കുട്ടിയെ കുട്ടികൾക്ക് ഞങ്ങളോട് ഇങ്ങനെ പറയടക്ക് ഞാൻ ചോറിനുണ്ടാവില്ല ഉച്ചക്ക് രാത്രി
അവിടെ മൊയ്തീൻ ഷേഖിൻ്റെ ഒരു കോയിനർത്ത് അവിടെ നിന്ന് പോകാണ്ട്. അപ്പം ഇപ്പം ഇശാ നിസ്കരിച്ച് പോയി മൊയ്തീൻ ഷേഖിൻ്റെ കോയിനർത്തോർത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചത് വയറിന് വേഗം തിരിച്ചു വരും. അപ്പം നമുക്ക് ഉറപ്പായി ഇവിടെ തന്നെയാണ് മൊയ്തീൻ ഷേഖ്. പിന്നെ പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ കൂടെ ഒക്കെ നോക്കി അന്നത്തെ മതിൽ വീടിന് ഇങ്ങനെ മതിൽ കെട്ടലില്ല അല്ലേ? റഷ്യ അങ്ങനെയല്ലേ പണ്ട് മതിൽ കെട്ടലില്ല. മതിൽ കെട്ടങ്ങനെ ഒക്കെ ഇങ്ങനെ അരുണാചാരിൽ കൊടുക്കാത്ത മതിലാണ് കടക്കലാണ് ഇതൊക്കെ. അപ്പം ഇവിടുത്തെ കോഴിക്കൾ അങ്ങോട്ട് പോകും, അവിടുത്തെ കോഴിക്കൾ ഇങ്ങോട്ട് വരും. പണ്ടൊക്കെ ഒരു വിരുന്നാർ പെരയിൽ വന്നാലപ്പോൾ പെണ്ണുങ്ങൾ ബാക്കിൽ ബാധിക്ക കൂടെ അങ്ങനെയാണ് ഇറങ്ങിയിട്ട് അടുത്ത പെരയിൽ പോകും. എടി എൻ്റെ അടുത്ത് പഞ്ചാര ഉണ്ടോ എന്ന് ചോദിച്ചു. നല്ലവരാണെന്ന് വെച്ചാൽ കൊടുക്കും. പഞ്ചാര ഇവിടെ ചക്കരയാണെന്ന് പറയും ഇല്ലാത്തവരാണെങ്കിലും. അങ്ങനെ അയൽവക്ക ബന്ധമൊക്കെ അങ്ങനെ. അപ്പോൾ അപ്പുറത്തെ കോഴികൾ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് നോക്കുമ്പോൾ 10-25 കോഴികൾ, എല്ലാ പെരയിലും കോഴികളുണ്ടാവും. ആ കൂട്ടത്തിൽ ഒരു കോഴി എന്താ അതിൻ്റെ ഉഷാറെന്നറിയാം. ആ കോഴിൻ്റെ കാലൊക്കെ നല്ല ഉറപ്പിൽ നല്ല ഉഷാർ, കോഴിൻ്റെ കൊക്കും കോഴിൻ്റെ കൗത്തും കോഴിൻ്റെ ആ പൂവൊക്കെ ഇങ്ങനെ നല്ലൊരു പൂവൻ കോഴി. ആ കോഴി ഇങ്ങനെ കണ്ടാൽ തന്നെ ഒരു ഉഷാർ. മറ്റ് കോഴിക്കളടിയിൽ കൂടെ ഈ കോഴി ഇങ്ങനെ നടക്കണണ്ട ഒരു 1-ാം ദർസിൽ മുദരിസ് നടക്കണ മാതിരി ഭയങ്കര ഒരു ഉഷാറിലാണ്. അതൊരു വല്ലാത്തൊരു നടത്താണല്ലോ. അപ്പം അങ്ങനെയാണ് ആ കോഴി. അപ്പം ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഈ കോഴി ഏതാന്ന് ചോദിച്ചു. അത് മൊയ്തീൻ ഷേഖിൻ്റെ കോഴിയാണ്. അപ്പോൾ ഉറപ്പായി നമ്മളെ തൊട്ട് തന്നെയാണ് മൂപ്പര് അല്ലേ? അല്ലാതെ ഇപ്പം ബഗ്ദാദിൽ നിന്ന് കോഴി ഇങ്ങോട്ട് വരും. അപ്പം ഞമ്മക്ക് ചെറിയ പ്രായത്തിൽ പിന്നെ നമ്മൾ ഈ ഉസ്താദന്മാരെ ദുആയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങി നോക്കുമ്പം ഏത് ഉസ്താദ് ദുആയിരുന്നാലും വൈല ഹദറത്ത് ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇങ്ങനെ നമ്മളെ ചെറിയ പ്രായത്തിൽ നമ്മൾ അടുത്ത ആളാണ് മൂപ്പര് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് എല്ലാ സംഗതി ഉണ്ടായിരുന്നത് അല്ലേ? നമ്മളെ വീടുകളിൽ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ മുഹയ്യിദ്ദീൻ റാത്തീബ്, മുഹയ്യിദ്ദീൻ മൗലിദ്, മുഹയ്യിദ്ദീൻ തങ്ങളുടെ പേരുള്ള കുത്തുബിയത്ത് അത്ര അധിക പ്രാവശ്യം ചെല്ലുന്നത് നമ്മൾ ഏതാ കേട്ടത്? യാ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഗൗസുൽ അഅ്ളം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഖുത്ബുൽ അഅ്ളം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. യാ റബ്ബ് യാ റബ്ബ്. നമ്മൾ കുത്തുബിയത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ ഉസ്താദന്മാർ അന്നെന്താകും ഒരു 4 സ്റ്റെപ്പ് അല്ലേ? അപ്പോഴൊക്കെ നമ്മൾ അമ്മിഞ്ഞപ്പാലിലൂടെ അനുഭവിച്ച് പഠിച്ചതാണ് ആരെ? മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങളെ. ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് എന്നവർ മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രം പഠിച്ചപ്പോൾ അത് മാലോകർക്ക് കാണിച്ചു കൊടുത്തത് മാലയിലാണ്. ഖാദി മുഹമ്മദ് എന്നവർക്ക് ഒട്ടേറെ കിതാബുണ്ട്, വലിയ മഹാനാണ്. മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങളുടെ കിതാബ് മുപ്പര് ചരിത്രം ശേഖരിച്ചിട്ട് അത് കവിതയാക്കി. അതാണ് മാല. മലയാളത്തിന് ആ ഈ ഊ എന്ന അക്ഷരമാല തുഞ്ചത്തെഴുത്തച്ഛൻ കണ്ടെത്തുന്നതിന് 50 കൊല്ലം മുമ്പ് അറബി മലയാളത്തിൽ മുഹയ്യിദ്ദീൻ മാല ഉണ്ടായിട്ടുണ്ടെന്നാണ് ചരിത്രം. അത് വായിക്കണമെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് വൈദ്യാരി സ്മാരകത്തിൽ പോയാൽ മതി, നിങ്ങൾക്കും വായിക്കാം ചരിത്രം. അത് ബഹുമാനപ്പെട്ടവർ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെയുള്ള സഹോദരിമാര് ഉമ്മമാര് ആരാണ് പണ്ട് മുഹയ്യിദ്ദീന്മാര് ചെല്ലാത്ത ഉമ്മ? ഏത് വീട്ടിലാണ് മുഹയ്യിദ്ദീന്മാര് ചെല്ലാത്തത്? ആ മുഹയ്യിദ്ദീൻ മാലയുടെ അവസാനം എത്തുമ്പോൾ ഇത് ഇരവാകുന്നു. അള്ളാഹുവിനുള്ള ദുആയാണ്. എന്നെയും എന്നുടെ ഉമ്മയും ബാബയും അറിവൈ പഠിപ്പിച്ച ഉസ്താദുമാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്കൽ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ലോ. എന്തൊരു രസകരമായിട്ടാണ് ഉമ്മ ഇങ്ങനെ അത് ചെല്ലിയത്. അതിൻ്റെ ഒരു സന്തോഷം. യാ റബ്ബ്. ആ ഷേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഹിജ്റ 470 റമളാൻ 1 ബഹുമാനപ്പെട്ടവർ ജനിച്ചിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ ഇത്തരം അടുത്ത് ബന്ധമുണ്ടെങ്കിലും ബഹുമാനപ്പെട്ടവർ എവിടെയാണ് ജനനം? ഇറാഖിൻ്റെയും ഇറാനിൻ്റെയും മധ്യേ. ഇന്ന് പറയുമ്പോൾ ഇറാനിൻ്റെ അവസാനം, ഇറാഖിൻ്റെ തുടക്കം എന്ന് പറയാം. അവിടെയാണ് തൊബരിസ്ഥാൻ എന്ന പട്ടണം. തൊബരിസ്ഥാൻ പട്ടണത്തിലെ ഒരു പഞ്ചായത്താണ് കൈലാൻ. കൈലാൻ പഞ്ചായത്തിലെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു മഹല്ല് അതാണ് ജീലാൻ. ജീലാനി, കൈലാനി എന്ന് പറയുന്നത് അങ്ങനെയാണ്. മറ്റഭിപ്രായങ്ങളും ഉണ്ട്. ആ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രദേശം ഏകദേശം നമ്മുടെ കേരളം പോലെയാണ്.
കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ, മലകളും പർവ്വതങ്ങളും മരങ്ങളും ചെടികളും അതുപോലെ തന്നെ പുഴകളും അതുപോലെ തന്നെ കിണറുകളും അതേപോലെ തന്നെ കൃഷികളും ഇതൊക്കെ നിറഞ്ഞ സ്ഥലമാണ് നമ്മുടെ കേരളം. ഇതേപോലത്തെ ഒരു ഏരിയയാണ് മുഹൈദ്ദീൻ ഷേഖ് തങ്ങൾ ജനിച്ച ഏരിയ. നെൽകൃഷി അടക്കം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ ജീലാനും കൈലാനും ഒക്കെ. മുഹൈദ്ദീൻ ഷേഖ് തങ്ങളൊക്കെ ചെറുപ്പത്തിൽ അരിഭക്ഷണമായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില സ്ഥലത്ത് ഗോതമ്പ് ഭക്ഷണം, ചില സ്ഥലത്ത് ചോളം ഭക്ഷണം, വിവിധ ഭക്ഷണങ്ങളല്ലേ. അപ്പോ അരി ഭക്ഷണമായിരിക്കും മുഹൈദ്ദീൻ ഷേഖ് തങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ പറ്റും. നല്ല മഴ കിട്ടുന്ന ഏരിയയാണ് മുഹൈദ്ദീൻ ഷേഖ് തങ്ങൾ ജനിച്ച നാട്. അതാണ് ഒരു പ്രാവശ്യം ആ പ്രദേശത്ത് മഴയില്ലാതെ വിഷമിച്ചു, കൃഷിയൊക്കെ ഉണങ്ങിപ്പോയി, വല്ലാതെ കഷ്ടപ്പാടിലേക്ക് എത്തി. ആളുകൾ വളരെയധികം പട്ടിണിയിലേക്ക് പോകുന്നുവെന്ന് കണ്ടപ്പോൾ ആ അയൽവാസികളായ സഹോദരിമാര് ഉമ്മമാരൊക്കെ സംഘടിച്ചു. അവരെവിടെ വന്നു? മുഹൈദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. അവിടെ ആരാണുള്ളത്? 2 ഉമ്മമാര്. ഒരു ഉമ്മ ആരാ? ഒന്ന് മുഹൈദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ സയ്യിദത്ത് ഫാത്തിമത്ത് ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ. മുഹൈദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ഒരു ഉമ്മ അവിടെ ഉള്ളത്. ആ ഉമ്മ വലിയ അത്ഭുതമുള്ള ഉമ്മയാണ്. ആ ഉമ്മ മുതൽക്ക് ഇങ്ങനെ അങ്ങോട്ട് പരിശോധിച്ചു പോയാൽ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ 15ാമത്തെ ഉമ്മാമയാകും. അലി റളിയല്ലാഹു അൻഹു 16ാമത്തെ ആളാകും. ബഹുമാനപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് 17ാമത്തെ പരമ്പരയിൽ വരും. മുഹൈദ്ദീൻ ഷേഖ് തങ്ങളുടെ വാപ്പ വഴിക്ക് പരിശോധിച്ചു നോക്കിയാൽ 15ാമത്തെ പരമ്പര വരും. അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് എന്ന് പറയുന്ന ആളാണ് ബഹുമാനപ്പെട്ട മുഹൈദ്ദീൻ ഷേഖ് തങ്ങളുടെ വാപ്പ. ജംഗി ദോസ്ത് എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ സഹായി എന്നാണ് പേർഷ്യൻ ഭാഷയിൽ. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. അഹ്ലു ബൈത്ത് പരമ്പരയിൽ ഹസനി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നവർക്ക് ഹുസൈനി, ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് മുട്ടുന്നവർക്ക് ഹസനി. ഈ 2 പരമ്പരയും ചേർന്നതാണ് മുഹൈദ്ദീൻ ഷേഖ് തങ്ങളുടെ. അപ്പൊ ആ വീട്ടിൽ അന്ന് താമസിക്കുന്നത് ആരാ? ഒന്ന് മുഹൈദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ സയ്യിദത്ത് ഫാത്തിമത്ത് ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ, അത്ഭുതമുള്ള സഹോദരിയാണ്. രണ്ടാമത്തത് ആ വീട്ടിലുള്ളതാരാ? മുഹൈദ്ദീൻ ഷേഖ് തങ്ങളുടെ വാപ്പാന്റെ പെങ്ങള്. നമ്മളെന്താ വാപ്പാന്റെ പെങ്ങളെ വിളിക്കുക? അമ്മായി. അപ്പൊ അമ്മായി അല്ലേ? അപ്പൊ അമ്മായി. ഈ 2 സഹോദരിമാർ അവരോട് അയൽവാസികളൊക്കെ ചെന്നിട്ട് പറഞ്ഞു, ഉമ്മമാരെ ഇനി എന്തു ചെയ്യും? നമ്മുടെ കൃഷി ഉണങ്ങിപ്പോയി, നമ്മുടെ കിണറ്റിലൊക്കെ വെള്ളം പറ്റിപ്പോയി, നമ്മുടെ നാടാകെ ഉണങ്ങി നിൽക്കുകയാണ്. ഈ അവസ്ഥ ഇനിയും തുടർന്നാൽ നമ്മുടെ നാട് തന്നെ ഇല്ലാതാകും. പക്ഷികളൊക്കെ ചിറക് കരിഞ്ഞു വീണുപോകും, ഗർഭിണികൾ പ്രസവിച്ചാൽ ചോര പൈതലുകൾ മരിച്ചുപോകും. അങ്ങനത്തെ ചൂടനുഭവിക്കുകയാണ്, മഴയില്ലാതെ വിഷമിക്കുകയല്ലേ. ആളുകൾ സങ്കടപ്പെട്ടപ്പോൾ മുഹൈദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായി ഒതുവെടുത്തു. ഒരു ചൂല് എടുത്തിട്ട് നമ്മുടെ ഭാഷയിൽ മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഒതുവോടുകൂടെ നിന്നിട്ട് ആ ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട്, ആ സഹോദരിമാരെ മുഴുവനും സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു. അല്ലാഹ്, ഈ കാണുന്ന ജനങ്ങൾ മുഴുവനും മഴയില്ലാതെ ദാഹിച്ച് വിഷമിച്ച് വന്നിരിക്കുകയാണല്ലോ. പടച്ചവനെ, നിന്റെ റഹ്മത്തിന്റെ മഴയിൽ നിന്ന് ഞങ്ങളാരും ആശ മുറിയുന്നില്ല, ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. ആ ഉമ്മമാരങ്ങോട്ട് ദുആ ചെയ്തു. മുഹൈദ്ദീൻ ഷേഖ് തങ്ങളുടെ അമ്മായി ആയിഷ ബീബി, മുഹൈദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ ഫാത്തിമ എന്നിവർ അവരങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ ദുആ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാർമേഘം ഇങ്ങനെ വന്നു. അൽഹംദുലില്ലാഹ്, പടപടാ മഴ പെയ്തു തുടങ്ങി. ആളുകൾക്ക് അത്രയധികം ഈമാനികമായ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരിക്കുന്ന ഉമ്മമാരാണ് മുഹൈദ്ദീൻ ഷേഖ് തങ്ങളുടെ ആ വീട്ടിൽ താമസിക്കുന്നവർ. അവിടെയാണ് ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ പ്രസവിക്കുന്നത്. മുഹൈദ്ദീൻ ഷേഖ് തങ്ങളെ പ്രസവിക്കുന്നതിനൊരു അത്ഭുതമാണ്. എന്തേ? 60ാമത്തെ വയസ്സിലാണ് പ്രസവിച്ചത്. ഉമ്മാക്ക് എത്രാമത്തെ വയസ്സ്? 60ാമത്തെ വയസ്സ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ 60 വയസ്സായിട്ട് പ്രസവിച്ച പെണ്ണുങ്ങൾ? ഉണ്ടോ? 60 ആകണ്ടില്ലേ? ഇപ്പൊ 40 തന്നെ നിൽക്കണില്ല പെണ്ണുങ്ങൾ.
ആ ആ ഇപ്പൊ കെട്ടിച്ചൂടുമ്പോ കുട്ടികളുണ്ടാകുക അതും പറ്റൂല, കുറെ ആണ് കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകുകയാണെന്ന് വെച്ചാൽ അതും പറ്റൂല. ഇവര് വിചാരിച്ച നേരത്തെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പം നിൽക്കണം അല്ലേ? അള്ളാഹു ഖൈറ് തരട്ടെ. നമ്മൾ വിചാരിച്ചത് തന്നെ നടക്കണം എന്ന് വിചാരിച്ചാൽ അല്ലേ? കുടുംബജീവിതം എന്ന് പറയുന്നതിൻ്റെ മഹത്വം പുതിയ തലമുറയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഒരു ലൈംഗിക സുഖത്തിന് വേണ്ടിയുള്ള ഒരു വിഷയം മാത്രമാണ് വിവാഹം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്ന തെറ്റായ ധാരണയല്ല, തെറ്റായ വിവരം കുട്ടികൾക്ക് കിട്ടുകയാണ്, തെറ്റായ വിശ്വാസം വെച്ച് പുലർത്താൻ മക്കളെ. അതല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജീവികൾക്കും വെച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത പ്രായമാകുമ്പോൾ വികാരമുണ്ടാകും, അതിന് ആണ് പെണ്ണിനോട് ഇണചേരും. അത് നായ്ക്കൾക്കുണ്ട്, പൂച്ചയ്ക്കുണ്ട്, എല്ലാ ജീവികൾക്കും ഉണ്ട്. മാതാപിതാക്കളാകുക എന്നുള്ളത് വലിയൊരു യോഗ്യതയൊന്നും അല്ലല്ലോ, അത് അല്ലാഹു എല്ലാവർക്കും വെച്ചതാണ്. പിന്നെ മനുഷ്യർക്ക് എന്താണ് പ്രത്യേകത? രക്ഷിതാക്കളാകുക എന്നുള്ളതാണ്, രക്ഷിതാക്കളാകുക എന്നുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യപ്രകൃതിയിൽ ബന്ധപ്പെടാൻ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാം, നമ്മളൊന്നിങ്ങനെ ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാനാണ് ഞാൻ സാവധാനത്തിൽ ആ വിഷയം പറഞ്ഞു പോണത്. ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗലോകത്ത് വെച്ചുകൊണ്ട് ഹവ്വാ റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്തു. അതല്ലേ ആദ്യത്തെ നിക്കാഹ് അല്ലേ? അപ്പൊ ഈ നിക്കാഹ് തുടങ്ങിയത് എവിടുന്നാണ്? സ്വർഗത്ത് നിന്ന്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഇതൊരു സന്തോഷത്തിനാണ് അല്ലേ? ഇനി നമുക്ക് സ്വർഗത്തിൽ മറ്റൊരു നിക്കാഹ് നടക്കും. അതേതാ? നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബിയുടെ തിർക്കല്യാണത്തിൽ കൂടണമെന്നാണ് പണ്ടേ പറഞ്ഞു പോരുക അല്ലേ? അപ്പൊ നമുക്ക് അത് അവിടെ വീണ്ടും നടക്കും. അപ്പൊ സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് വിവാഹം എന്ന ബന്ധം. അതുകൊണ്ട് തന്നെ ആ വിവാഹത്തിന്റെ സന്തോഷത്തിൽ എങ്ങനെയാണ്? ഇണയും തുണയും എന്നാണ് ഇസ്ലാമിന്റെ ഭാഷ. സൗജൈൻ, സൗജൈൻ, ഇണയും തുണയും. യാ അല്ലാഹ്, ആ ഇണ തുണ ജീവിതത്തിൽ മനുഷ്യന്റെ മനസ്സും തമ്മിലാണ് കൂട്ടിയിണക്കുന്നത്. അത് കൂട്ടിയിണക്കാൻ വിശുദ്ധ ഖുർആന്റെ 2 ആയത്തുകളാണ് അതിനുപയോഗിക്കുന്നത്. അതാണ് സവ്വജ്തുക വ അൻകഹ്തുക. ഇതിൻ്റെ ഇപ്പോൾ ഓതിയിരുന്ന് പണ്ടൊരു ചങ്ങായി, ഓൻ പിന്നെ ഓത്തൊക്കെ നിർത്തി ഓനെ കണ്ടപ്പോൾ പറ്റ മോശമായിട്ട്. അപ്പോൾ ഓനോട് ഞാൻ പറഞ്ഞു, അല്ലടോ നമ്മളൊക്കെ ഒപ്പം കിതാബ് ഓതിയതല്ലേ, ഇജ്ജ് ഇങ്ങനെ ആയിപ്പോയല്ലോ. അപ്പോൾ ഓൻ പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഓതിയതൊന്നും ഓർമ്മല്ല. ഞാൻ ചോദിച്ചു, ഒന്നും ഓർമ്മയില്ലേ? ചോദിച്ചു, ഒന്നും ഓർമ്മയില്ലാണ്. സവ്വജ്തുക വ അൻകഹ്തുക അതെന്നെ ഓർമ്മയുള്ളൂ. അണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അല്ലേ? വിവാഹം ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ. ഒരു അറബി നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലുണ്ടൊരു കഥ. ഒരു വയസ്സായ വല്യമ്മാനെയും കൊണ്ട് മകൻ ഹജ്ജിന് പോയി. അപ്പം ഇതിന് നടക്കാൻ പറ്റാതെ ആയപ്പോൾ ഒരു തുണി കൊണ്ട് ഒരു തൊട്ടിലുണ്ടാക്കിയിട്ട് വല്യമ്മാനെ തൊട്ടിലിട്ടിങ്ങാണ്ട് ഇപ്പം ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആരോ ചോദിച്ചു, എന്താ കുട്ടിയെ തീരെ ചോദിച്ചു. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വയസ്സായ വല്യമ്മ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട്. അപ്പം നോക്കിയ ചങ്ങായി പറഞ്ഞു, ഇതിനെങ്ങനെയൊക്കെ കൊണ്ടടക്കണോ? ഇതിനൊരു പുതിയാപ്പളിനെ കൊണ്ടാണ് കെട്ടിച്ചൂടേന്നില് വെച്ചു. പടച്ചോനെ, ഇതിനൊരു പുതിയാപ്പളിനെ കൊണ്ടാണ് കെട്ടിച്ചൂടേന്നില് വെച്ചു. അപ്പം ഈ ചെറുപ്പക്കാരൻ തട്ടിക്കാരി വർത്താനം, എന്ത് വർത്താനങ്ങൾ പറഞ്ഞത്, കഅബത്തുങ്ങൾക്ക് പോകുന്ന സമയത്ത് വേണ്ടാത്തവരെ. അപ്പം ഈ വല്യമ്മ പറഞ്ഞു, കുട്ടിയെ ആരെങ്കിലും കാര്യം പറയുമ്പം അങ്ങനെ ദേഷ്യപ്പെടരുത് കേട്ടോ. അതാണ് ഈ വിവാഹം എന്ന് പറയുന്ന സംഗതി. എന്തെങ്കിൽ അത് ആർക്കും കമ്പുള്ള സംഗതി തന്നെയാണ്. അല്ലാഹു ഖൈറ് തരട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, വിവാഹം എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ തന്നെ അവസാനിക്കുക. ആ സ്വർഗം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സ്വർഗത്തിൽ അല്ലലില്ല, അലട്ടില്ല, സ്വർഗത്തിൽ പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങളില്ല, സ്വർഗത്തിൽ കിഡ്നി രോഗമല്ല, സ്വർഗത്തിൽ ജലദോഷം പനിയൊന്നും, സ്വർഗത്തിൽ ഡോക്ടർമാരും മെഡിക്കൽ കോളേജും ഇല്ലല്ലോ. നമുക്ക് സ്വർഗത്തിൽ പോകാൻ പൂതിയാകണത് തന്നെ അതുകൊണ്ടാണ്. സ്വർഗത്തിൽ അങ്ങനെ എന്തൊരു സന്തോഷ. ആ സ്വർഗത്തിൽ നിന്നാണ് വിവാഹം ആരംഭിച്ചത്, സ്വർഗത്തിൽ തന്നെയാണ് വിവാഹം അവസാനിക്കുക. ഭൂമിയിലെ ജീവിതത്തിൽ ഇണയും തുണയുമായി പൊരുത്തപ്പെട്ടു നിന്നോ, ഭാര്യയും ഭർത്താവും അത്ര പൊരുത്തത്തിൽ നിന്നോ,
ഇവിടെ ഇണയോട് കൂടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലും ഇണകളായിട്ട് നിൽക്കാം. ഈ ഭാര്യയും ഭർത്താവും എവിടെ ഉണ്ടാവും? സ്വർഗത്തിലും ഉണ്ടാവും. അപ്പം നിങ്ങളിങ്ങനെ വിചാരിച്ചും ഇവളെ ഈ പൊന്തിയ പല്ലിപ്പം ഞാൻ അവിടെയും സഹിച്ചേണ്ടി വരും. അല്ല, ഇതിപ്പോ പല്ലൊക്കെ പാടപ്പം പൊന്തിയതല്ല. പണ്ട് നമ്മൾ കാണാൻ പോയപ്പോൾ അങ്ങനെയൊന്നുമില്ല. 36 വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മളെ പെണ്ണുങ്ങളും ഒരു ബൈക്ക് പോകുകയാണെന്ന് വെച്ചാൽ തുണിങ്ങി പോയൊക്കെ നല്ല ഉഷാറാക്കിയിട്ട് നല്ല മട്ടത്തിലിറങ്ങാം. ആണുങ്ങളും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറച്ച് മുടിയൊക്കെ ഒന്ന് ചീകി വെച്ച് നല്ല മട്ടത്തിൽ പോകുക നല്ല. നാളെ മാപ്പിളയും പെണ്ണുങ്ങളും കൂടി ഇങ്ങനെ ഒപ്പം പോകുമ്പം ഓളോട് ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചു. അത് ഇൻ്റെ മാപ്പിളയെന്ന് കണ്ടാൽ പറയാൻ തോന്നുന്നുണ്ട്. അപ്പം കുറച്ചൊക്കെ നമ്മളെന്താക്കാം, ആണുങ്ങളും ഒന്ന് ശ്രദ്ധിച്ചിങ്ങാണ്ട് പോകണമെന്ന് പറയാൻ ഞാൻ ഇതിലെല്ലാം പറയാലോ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു ഖൈറ് തരട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഒരു ഉമ്മ വന്നു, കൂടെ ഒരു മോളുണ്ട്. ആയിഷുമ്മ ബീവിയോട് പറഞ്ഞു, ഉമ്മ, റസൂലുള്ളാഹിന്റെ ഭാര്യമാര് നമുക്കാരാണ്? ഉമ്മമാരാണ്. അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മഹാത്ത്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉമ്മമാരാണ്. ആയിഷ ബീവി പ്രായത്തിൽ ചെറുതാണെങ്കിലും എല്ലാവരും ഉമ്മ എന്നാണ് വിളിക്കുക. മുത്തുനബിന്റെ ഭാര്യ ഉമ്മയാണ് നമുക്ക്. അപ്പൊ ആ പ്രായമുള്ള അമ്മ വന്നപ്പോ കൂടെ ഒരു മോളുണ്ട്. അപ്പൊ ആ ഉമ്മ ആയിഷ ബീവിയോട് ചോദിച്ചു, ഉമ്മ, ഇതെന്റെ മോളാണ്, ഇവൾക്ക് കല്യാണാന്വേഷണമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓക്കൊരു ഉപദേശം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്താ ഉപദേശം കൊടുത്തത്? മോളെ, നിനക്കൊരു ഭർത്താവിനെ കിട്ടുമ്പോൾ അവന്റെ കണ്ണും മൂക്കും നീ ശ്രദ്ധിക്കണം കേട്ടോ. ഭർത്താവിന്റെ കണ്ണും മൂക്കും നീ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണത്? ഇണ ജീവിതത്തിൽ രണ്ടു പേരും എന്ത് വേണം? മുഖത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടണം. നമ്മുടെ ഭർത്താവിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഇപ്പൊ ഒരു ക്ഷീണാണോ, ഇപ്പൊ എന്തെങ്കിലും വിഷമുണ്ടോ, അത് മുഖത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയണം. ഇപ്പൊ നല്ല സന്തോഷാണോ, അത് മുഖത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയണം. അല്ലാതെ ലഗേജ് നോക്കിയിട്ടല്ല മനസ്സിലാക്കേണ്ടത്. ഗൾഫിൽ നിന്നൊക്കെ കുട്ടികൾ വരുമ്പോൾ നോക്കണത് എവിടുക്കാണ്? ലഗേജുമൊക്കെയാണ്. അല്ലാ, ഒരു മോര്യാരുന്നാൾ കുടുങ്ങിയില്ലേ? ഞങ്ങളീ മൂല്യന്മാർ നാട്ടിൽ പോകുക 15 ദിവസം 1 മാസം കൂടുമ്പോഴാണ് കാസർഗോഡ് നിന്നുള്ള മൂല്യന്മാരൊക്കെ അവിടെ വരും. മൂല്യാർ സാധാരണ വരുമ്പോൾ വന്ന കാര്യം പെണ്ണുങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യലൊന്നുമില്ല. ഒരു ദിവസം ഒരു വലിയൊരു ബാഗ് വെച്ചവർ. അപ്പം എന്താ, ഈ ബാഗ് വലിയത് കണ്ടപ്പോൾ പെണ്ണുങ്ങൾ ഗേറ്റിങ്ങൊക്കെയാണ് ചെന്ന് സ്വീകരിച്ചലും മറ്റുമൊക്കെ. അങ്ങനെ ഈ ബാഗൊക്കെ ആയിട്ട് സിറ്റ് ഔട്ടൊക്കെ കയറിയപ്പോൾ തന്നെ ഓള് ചോദിച്ചു, നിങ്ങൾക്ക് ചൂടുള്ളതാ തണുത്തതാ വേണ്ടിയെന്ന് വെച്ചാൽ അതൊക്കെ ആദ്യം ചോദിച്ചാണ്. മനസ്സിലായ? അല്ലാഹു റബ്ബി. അതുകൊണ്ട് വന്ന് കൊലേമക്ക് കയറി എന്നാൽ ഒരു കട്ടൻ ചായ ആയിക്കോട്ടെയാണ്. ഓള് കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയി. മൂപ്പര് ഞാൻ ഒന്ന് ബാത്റൂമിൽ പോട്ടെയെന്ന് അതിനും പോയി. കട്ടൻ ചായക്ക് വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചപ്പോഴും പെണ്ണുങ്ങൾ ഇങ്ങനെ ഈ ബാഗിൽ എന്താണാകുമെന്ന് അറിയായിട്ട് ഇങ്ങനെ മൂപ്പരാണ് ബാത്റൂമിൽ പോയപ്പോൾ ഓള് വന്നിട്ട് ഇതിൻ്റെ ചെയിനൊന്ന് വലിച്ചു നോക്കി. നോക്കുമ്പോൾ എന്താ നിങ്ങൾ പള്ളിക്കന്ന് പിരിച്ചു വിട്ടിട്ട് പഴയ പുതപ്പും തലക്കണിയൊക്കെയാണ്. അതാ പറഞ്ഞത്, ലഗേജ് നോക്കിയിട്ടല്ല തീരുമാനിച്ചത്, ഭർത്താവിൻ്റെ കണ്ണും മൂക്കും ശ്രദ്ധിക്കണം എന്നോ. മുഖത്ത് നോക്കിയിട്ട് അത് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണ്. നമ്മളെ വീട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ പെണ്ണുങ്ങളെ മുഖം അത്ര കൊണല്ലാതെ നിൽക്കണുണ്ടെങ്കിൽ ഒന്ന് നോക്കണം. എന്താ ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട പ്ലേറ്റ് പൊട്ടിയതേക്കാരം, ചിലപ്പോൾ കറി കെട്ട് കാലുമൊക്കെ മറിഞ്ഞങ്ങാണ്ട് പൊള്ളിയതേക്കാരം, ചിലപ്പോൾ പറഞ്ഞത് കേൾക്കാതെ കുട്ടികൾ കുലുമാലുണ്ടാക്കിയതേക്കാരം. അപ്പൊ പെണ്ണുങ്ങൾക്ക് വീട്ടിൻ്റെ ഒത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ. അപ്പൊ നമ്മളുടെ കയറി വന്നുങ്ങാണ്ട് പെണ്ണുങ്ങളോട് അനക്കെന്തേനും ഇവിടെ പണി, എന്നാ പിന്നെ ആ പണി നിങ്ങളൊന്ന് എടുത്തു നോക്കാണി ഒരു ദിവസം, എന്നാ അറിയാലോ എന്തേലും പണി കയ്യോ. പെണ്ണുങ്ങൾക്ക് എന്തേലും പണിയെന്ന് വെച്ച് തട്ടിക്കയറുന്ന ചില ആണുങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പണി എന്താ, ഇപ്പം നമ്മൾ വിറക് കത്തിച്ചിന് അടുപ്പ് കുറവാണ് അല്ലേ, ഒക്കെ ഗ്യാസിൻ്റെ അടുപ്പല്ലേ. എൻ്റെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് രണ്ടാമത്തെ ചങ്ങായി കല്യാണം കഴിച്ചു കൊണ്ടുവന്ന രണ്ടാമത്തെ മോൻ. അപ്പം അവിടുന്ന് ഓര് പറഞ്ഞു ഞങ്ങളാണ് വരുന്നുണ്ട്. എന്തിപ്പത്തെ അർജൻറ്റ് ചോദിച്ചു. പെണ്ണുങ്ങൾ അടുപ്പ് കാണാൻ വരികയാണ്. നിങ്ങൾ പുറപ്പെട്ടോ ചോദിച്ചാ. എന്തേ ചോദിച്ചു. പുറപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവിടുത്തെ അടുപ്പ് ഞാനാണ് കൊടുത്തേക്കാം, 2 ദിവസം അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് കൊടുത്തയച്ചാൽ മതിയാതെ. ഇനിയിപ്പോൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, ഇതൊരു അടുപ്പ് കാണാൻ വരലുണ്ടല്ലോ ഇപ്പോൾ. ഇപ്പം ഗ്യാസ് അടുപ്പിൽ ഒരേ സമയത്ത് 3 എണ്ണം തിളക്കും. ഒരു പാത്രത്തിൽ ചായൻ്റെ വെള്ളം കുളുകുളുകുളുവും തിളക്കുന്നുണ്ട്, അപ്പുറത്ത് കറി വെച്ചിങ്ങാണ്ട് അതും കുളുകുളുവും തിളക്കുന്നുണ്ട്, അപ്പുറത്തെ പാത്രത്തിൽ പാലാണ്,
അത് തിളക്കണ വിവരം അറിയില്ല. നിങ്ങൾ പോയി നോക്കിക്കണം അടുത്തത്. എന്താ പാലിൽ 10% വെള്ളം 90% അന്നജമാണ്. അപ്പം തിളച്ചാൽ കുളുകുളു എന്ന് പറയാം, ഒന്നായിട്ടിന് പുറത്തിയാടുമ്പോഴേ അറിയുള്ളൂ. അപ്പം ഈ പാല് തിളപ്പിക്കണോടത്ത് ഉമ്മ കണ്ടിട്ടില്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും, ഒരു കയ്യിലുകൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഇത് തിളക്കണത് അറിയാൻ. അപ്പോൾ ഈ പെണ്ണുങ്ങളിത് 3ഉം കൂടി അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് തിളച്ചുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയമായിക്കണം. അപ്പോഴാണ് തൊട്ടിന്ന് കുട്ടി നിലവിച്ചത്. അപ്പം തന്നെയാണ് പുറത്തൊരാൾ വന്ന് ബെല്ലടിച്ചത്. ഏതപ്പം ബെല്ലടിച്ചോടത്തേക്ക് പോകുക, കുട്ടീനെ എടുക്കുക, ഈ അടുപ്പത്ത് തന്നെ നിൽക്കുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മൊബൈൽ ഫോണിൽ ഒരു ബെല്ലടിച്ചത്. ഇത് നിങ്ങളാണെങ്കിൽ ഞാൻ ഏതാ ആദ്യം ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കാൻ. നിങ്ങൾ എന്താ പെണ്ണുങ്ങൾക്ക് പണിയെന്ന് ചോദിച്ചല്ലോ, പണിയൊന്ന് കണ്ടു, പണിയുണ്ടോ അല്ലേ? അപ്പം എല്ലാവർക്കും ഉണ്ട് പണി. ആണുങ്ങൾക്കനുസരിച്ചുള്ള ബുദ്ധിമുട്ടും സന്തോഷമൊക്കെ അതുണ്ട്, പെണ്ണുങ്ങൾക്കനുസരിച്ചുള്ള ബുദ്ധിമുട്ടും സന്തോഷമുണ്ട്. ഇത് പരസ്പരം പൊരുത്തപ്പെട്ട് പോകാൻ മുഖം നോക്കിയിട്ട് ഇപ്പം സന്തോഷമാണ്, മുഖം നോക്കിയിട്ട് ഇപ്പം ദുഃഖമാണ് അല്ലേ? അത് മനസ്സിലാക്കി നീങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഇണ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനം. അത് പരസ്പരം മനസ്സിലാക്കാതെ വർത്താനം പറയുമ്പോഴാണ് ഇതൊക്കെ കുൽമാരാകല്. മൂപ്പരുടെ കയറി വന്നപ്പോൾ പെണ്ണുങ്ങളവിടെ കസാരയിൽ ഇങ്ങനെ ഇരിക്കുക, അജ്ജ് ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ ചാടി കളിച്ചാന്ന് വെച്ചോളൂ, കഴിഞ്ഞല്ലോ. അങ്ങനെ എന്ത് ചെയ്യും? പിന്നെ പല രീതിയിലുള്ള മനുഷ്യന് കച്ചവടക്കാരനെന്ന് വിചാരിച്ചിട്ട് കച്ചവടത്തിൻ്റെ പീടിയിൽ പോയി നോക്കിയാലും നമുക്ക് തോന്നും ഇതൊക്കെ ബെൻ്റെ തന്നെയാണ്. എവിടെ ഇയാളുടെ അതില ഒന്നും ഉണ്ടാവില്ല, പീടിയൻ്റെ റൂം തന്നെ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ കമ്പനീൻ്റെ സാധനങ്ങളാണ് അല്ലേ? ഇതിനൊക്കെ എത്ര പണികളുണ്ട് ഓരോന്നിനും. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കണം, വിഷയങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇണജീവിതം ഭാര്യ ഭർത്താവ് എന്നതല്ല, ഇണയും തുണയും. ആ ഇണ തുണ ജീവിതത്തിൽ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൈനബ ബിബി റളിയല്ലാഹു അൻഹയുടെ വിവാഹ സമയത്ത് ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഫലമ്മാ ഖളാ സയ്യിദുൻ മിൻഹാ വതറൻ സവ്വജനാകഹാ. അവിടെ ഖുർആൻ ഉപയോഗിച്ചത് സവ്വജ, ഇണയാക്കി തന്നു എന്നാണ്. അതേ സമയത്ത് ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ മകളെ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഇന്നി ഉരീദു അൻ ഉൻകിഹക, ഇതേ നിനക്ക് നിക്കാഹ് ചെയ്തു തരാൻ. അതാണ് ഈ വിവാഹ ബന്ധത്തിന്റെ ഏറ്റവും മഹത്തരമായ രീതിയിൽ പഠിപ്പിക്കുന്നത്. നിനക്ക് ഞാൻ ഇണയാക്കി തന്നു, കൂട്ടിച്ചേർത്തു തന്നു. അതിനെപ്പറ്റി ഖുർആന്റെ ഭാഷ മീസാക്കൻ ഖലീലാ, സുഭദ്രമായ ഒരു ഉടമ്പടി, സുഭദ്രമായ ഒരു ഉടമ്പടി എന്നാണ്. ഒരു ദിവസത്തേക്കും 4 ദിവസത്തേക്കുമല്ല, ആരോഗ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാ സമയത്തും അവർ ഭാര്യ ഭർത്താക്കൾ നന്നായിട്ട്, ഭർത്താവിന്റെ സ്വർഗം ഭാര്യയാണ്, ഭാര്യയുടെ സ്വർഗം ഭർത്താവാണ്. അവർ 2 പേരുടെയും സ്വർഗം 2 മാതാപിതാക്കളുമാണ്. ആ ജീവിതത്തിൽ നല്ല രൂപത്തിൽ അങ്ങനെ ജീവിച്ചിട്ടുണ്ടോ? അവര് ആഖിറത്തിലും സ്വർഗത്തിലും ഇണകളായിരിക്കും. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ദിവസം ഓതലില്ലേ നമ്മൾ യാസീൻ സൂറത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നല്ല സന്തോഷമുള്ള ഇണ ജീവിതമുണ്ട്. ഹും വഅസ്വാജുഹും, ആ മുഅ്മിനീങ്ങളും അവരെ ഭാര്യ ഭർത്താക്കന്മാർ അവര് ഇണകളായിട്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും. എങ്ങനെ? സ്വർഗത്തിൽ പോകാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. സ്വർഗത്തില് നമ്മളൊരു സുമാറ് പറയാം, പെണ്ണുങ്ങൾക്കൊക്കെ ഒരു 25ന്റെ അവിടെ അങ്ങനെ നിൽക്കും, ആണുങ്ങൾക്ക് അങ്ങനെ ഒരു 28-30. ഞമ്മക്കൊരു 30 വയസ്സും ഓക്കൊരു 25-ആയിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ കൂടിയ എന്തേക്കാരും എൻ്റെ ഒരു ഉഷാറ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തെങ്ങൾ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചു പോകല്ലേ ചോദിച്ചു, പോണെങ്കിൽ പോകാം എന്ന മാതിരി നിങ്ങൾ ആമീൻ കേട്ടാൽ അങ്ങനെയാണ് ഇപ്പം മനസ്സിലാവുക. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. ആ ഇണ ജീവിതം ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അവിടുത്തെ ഉമ്മയുമായുള്ള വിവാഹ ബന്ധത്തിൽ ജനിച്ച 60ാമത്തെ വയസ്സിലാണ് ഉമ്മുൽ ഖൈർ ബീവി പ്രസവിക്കുന്നത്. ആ പ്രസവിച്ചത് ഒരു റമളാനു ഷരീഫിലാണ്. റമളാനു ഷരീഫിൽ പ്രസവിക്കപ്പെട്ട കുഞ്ഞ് 60ാമത്തെ വയസ്സിൽ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അത്ഭുതമാണ്. അതോടൊപ്പം പ്രസവിക്കപ്പെട്ട കുഞ്ഞ് അന്ന് മുതൽക്കേ അത്ഭുത സൃഷ്ടിയാണ്.
നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ വീട്ടിന്റെ മഹത്വം, ആ കുടുംബത്തിന്റെ മഹത്വം ആളുകൾക്കൊക്കെ നല്ല പോലെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലത്തെ ഒട്ടനേകം സംഭവങ്ങളുണ്ട്. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചപ്പോൾ റമളാനു ശരീഫിലെ ജന്മമായതുകൊണ്ട് പകൽ സമയത്ത് ആ കുട്ടി അമ്മിഞ്ഞപ്പാല് കുടിക്കുന്നില്ല. ഈ സംഭവം നിങ്ങളൊക്കെ ധാരാളം കേട്ടതാണ്. മുഹീദ്ദീൻ മാലയിൽ മുതലായ റമളാനിൽ മുല കൂടിക്കും കാലം 30 നാളിലും മുലനെ തൊടാത്തോവർ ബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസിസ് സമദാനി നജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അവിടെ നിന്നങ്ങോട്ട് മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ വളർച്ച ഇങ്ങനെ നോക്കിയാൽ ഓരോന്നും അത്ഭുതകരമാണ്. 18 വർഷം ഉമ്മയുടെ കൂടെ ബഹുമാനപ്പെട്ടവർ ജീവിച്ചു. ഉമ്മ വളർത്തിയ മോനാണ് മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ. ഉമ്മ വളർത്തിയ മോനാണ് ഇമാം ഷാഫി തങ്ങൾ. ഉമ്മ വളർത്തിയ മോനാണ് അബ്ദുല്ലാ ബിൻ മുബാറക് തങ്ങൾ. ഉമ്മ വളർത്തിയ മോനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഉമ്മമാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് മക്കൾ ഉണ്ടാവുക എന്നത് ചെറിയ സൗഭാഗ്യമല്ല. മക്കളെ വളർത്തുക എന്നത് വല്ലാത്ത പ്രതിഫലമാണ്. ഒരു ഗർഭിണിയാകാൻ ഭാഗ്യം ലഭിക്കുന്നത് ചെറിയ ഭാഗ്യമല്ല. ഉമ്മമാരെ, ഇന്ന് പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് വേണ്ടാത്ത ചിന്ത പലതും കടന്നുകൂടാണ്. ഭർത്താവിന്റെ അമ്മാനെയും ബാപ്പാനെയും നോക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് ഭർത്താവ് വേണ്ടാന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തിലെത്തിയിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവ് കൊടുക്കാനും മറ്റുമൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിന്റെ വികാരം തീർക്കാൻ എവിടെയെങ്കിലും പോയിട്ട് കടപ്പുറത്തോ മറ്റോ ഒക്കെ പോയി ഏതെങ്കിലും ദിവസത്തിലെ കാര്യങ്ങൾ നാടിപ്പിച്ചു പോതാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമായി. ഓർക്കണം പ്രിയപ്പെട്ട ഉമ്മ പങ്ങന്മാർ, സഹോദരങ്ങളെ, ഒരു ഇണജീവിതം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലിതസ്കുനു ഇലൈഹാ, ഭൂമിയിൽ നിങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങളെ മനസ്സിന്റെ ആശ്വാസമാണ് ഇണജീവിതം. നിങ്ങളെ മനസ്സിന്റെ സന്തോഷമാണ് ഇണജീവിതം. നിങ്ങളെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ് നിങ്ങളെ ഇണജീവിതം. ഒരു നിശ്ചിത പ്രായമെത്തുമ്പോൾ ഒരു ആണും പെണ്ണും ഒരു വല്ലാത്തൊരു സന്തോഷത്തിന്റെ കൂടിച്ചേരൽ, അതാണ് സവ്വജതുക വ അൻകഹതുക. അത് സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ച് സ്വർഗത്തിൽ തന്നെ അവസാനിക്കുന്ന ബന്ധമാണ്. ഒരു പെണ്ണ് ഗർഭിണിയാകുക, പ്രസവിക്കുക, എന്നിട്ടൊരു കുട്ടിയെ പോറ്റി വളർത്തുക, ആ കുഞ്ഞിനെ അമ്മിഞ്ഞപ്പാല് കൊടുക്കുക, ആ കുഞ്ഞിനെ വളർത്തുക, ഇതൊക്കെ എത്ര വലിയ പുണ്യമാണ്, എത്ര വലിയ പുണ്യമാണ്. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന് ജന്മം നൽകിയിട്ട് 18 വയസ്സ് വരെ ഉമ്മയുടെ കൂടെ. 18 വയസ്സായപ്പോഴേക്കും ബഹുമാനപ്പെട്ടവർ ഒട്ടേറെ ഇൽമുകൾ സമ്പാദിച്ചു. അത്ഭുത ജീവിതം. 18 മുതൽക്ക് അങ്ങോട്ട് 32 വർഷം ഇൽമ് തേടിക്കുള്ള യാത്രയാണ്. അങ്ങനെയാണ് ബഗ്ദാദിലേക്ക് പോകുന്നത്. ബഹുമാനപ്പെട്ടവരെ ജന്മനാടായ ജീലാനിൽ നിന്ന് ബഗ്ദാദിലെത്തുന്നതിനിടക്ക് നമ്മളെ താമരശ്ശേരി ചുരം കയറി പോണ മാതിരി വലിയ ഒരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. ബഗ്ദാദിൽ പോയി 32 വർഷം ജീവിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ എല്ലാ ഇൽമുകളും കരസ്ഥമാക്കി, എല്ലാ ഇൽമും കരസ്ഥമാക്കി. പിന്നീടുള്ള 40 വർഷം, ആ 40 വർഷത്തിൽ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അവരുടെ സൗമഅത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്ത് മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ വഅള് പറഞ്ഞു, ക്ലാസ് എടുത്തു, ദർസ് നടത്തി. 15 വിഷയങ്ങളിൽ ക്ലാസ് നടക്കും മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ. ബുധനാഴ്ചയിൽ നടക്കുന്ന ക്ലാസ്, ചൊവ്വാഴ്ച നടക്കുന്ന ക്ലാസ്, അങ്ങനെ 15 വിഷയങ്ങളിൽ എല്ലാ ശാസ്ത്രത്തിലും ക്ലാസ് ഉണ്ട്. തഫ്സീർ ശാസ്ത്രത്തിൽ, ഹദീസ് ശാസ്ത്രത്തിൽ, ഫിഖ് ശാസ്ത്രത്തിൽ, ഫിഖിന്റെ ഉസൂൽ ഫിഖ് ശാസ്ത്രത്തിൽ, അങ്ങനെ ചരിത്ര ശാസ്ത്രത്തിൽ, എല്ലാ വിഷയത്തിലും മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ ക്ലാസ് ഇങ്ങനെ തുടങ്ങിയപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിജ്ഞാനദാഹികളായ ആളുകൾ അവിടെ എത്തി. ഭരണാധികാരികളെത്തി, രാജാക്കന്മാരെത്തി, പല മതക്കാരുമെത്തി, പല മതത്തിലുള്ള ആളുകളും വരാൻ തുടങ്ങി. അവരൊക്കെ എല്ലാവരും വന്ന് മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ അബ്ദുൽ ഖാദർ എന്ന കുട്ടിയുടെ ആ മഹാന്റെ വഅളിങ്ങനെ കേട്ട് 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 മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ പ്രസംഗം കേട്ടിട്ട് മാത്രം 12,000 ആളുകൾ ഇസ്ലാം മത വിശ്വാസികളായി. പ്രസംഗം കേട്ടിട്ട് മാത്രം 12,000 ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പൊ അവിടുത്തെ പണ്ഡിത ലോകം ബഹുമാനപ്പെട്ടവർക്ക് നൽകിയ ബഹുമതിയാണ് മുഹീദ്ദീൻ.
അബ്ദുൽ ഖാദർ എന്ന മഹാന് അങ്ങനെയാണ് മുഹീദ്ദീൻ എന്ന പേര് കിട്ടുന്നത്. നമ്മൾ സുൽത്താനുൽ ഉലമ, ശംസുൽ ഉലമ, താജുൽ ഉലമ എന്നൊക്കെ പറയുന്നില്ലേ, ബഹുമതി കിട്ടിയതാണ് മുഹീദ്ദീൻ. ആ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു 40 വർഷത്തെ ആ ഒരു ദഅവത്തിന്റെ ജീവിതമാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ ജീവിതം നയിക്കുന്ന കാലത്ത് അള്ളാഹുവിന്റെ ദീൻ നിലനിർത്തുന്ന മഹാന്മാർക്ക് അള്ളാഹു തആല പലവിധ കഴിവുകൾ കൊടുക്കും. ആ കഴിവ് മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിലൂടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒട്ടേറെ വിഷയങ്ങൾ ബോധ്യപ്പെട്ടു. ഒരിക്കൽ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരു പാവപ്പെട്ട ഫക്കീറായ ആൾ, ഒറ്റ ഫക്കീറായ ആൾ, അയാളിങ്ങനെ കരഞ്ഞ് കണ്ണുനീരോട് കുപ്പായം ഇങ്ങനെ നനഞ്ഞിക്കണേ. അങ്ങനെ മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ സമീപിച്ചു. അപ്പൊ ചോദിച്ചു, എന്താ വിഷയം എന്ന് ചോദിച്ചു. അപ്പ ആ പാവപ്പെട്ട മനുഷ്യൻ കണ്ണെന്ന് കുടുകുടാ കണ്ണുനീരായിട്ട് അദ്ദേഹം പറഞ്ഞു, മഹാനവർകളെ, എനിക്ക് ഈ നദിയുടെ അക്കരെ പോകണം. പക്ഷേ അവിടേക്ക് പോകുന്ന കപ്പൽ ഇവിടെ നങ്കൂരമിട്ട് നിൽക്കുകയാണ്. ഞാൻ ആ കപ്പലിൻ്റെ അടുത്തെത്തി. പക്ഷെ എനിക്ക് കപ്പൽ യാത്ര ചെയ്യാൻ ഒരു ഫക്കീറായതുകൊണ്ട് എൻ്റെ കയ്യിൽ ടിക്കറ്റിന് പണമില്ല. എനിക്കാണെങ്കിൽ അക്കരെ പോകൽ വളരെ നിർബന്ധമാണ്. പക്ഷേ ഞാൻ ആ കപ്പിത്താൻ്റെ അടുക്കൽ പോയിട്ട് എന്നെ ഈ കപ്പലിൽ ഒന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നെ അവഗണിച്ചു. അയാൾ എന്നെ വല്ലാതെ നിസാരപ്പെടുത്തി തിരിച്ചയച്ചു. ഞാനൊരു ഫക്കീറായതുകൊണ്ടല്ലേ എനിക്ക് ആ കപ്പലിൽ യാത്ര ചെയ്യാൻ സാധിക്കാതെ അദ്ദേഹം എന്നെ അവഹേളിച്ചുകൊണ്ട് തിരിച്ചയച്ചത്.